ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം ആണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ജീവിച്ചിരുന്ന ഒരു പ്രശസ്തനായ ഗ്രന്ഥകാരനുണ്ടായിരുന്നു PN പണിക്കർ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19 നമ്മളൊക്കെ വായനാ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം വായനശാലകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായാണ് നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഇന്ന് കാണുന്ന വായനശാലകൾ ഉണ്ടാവാൻ തന്നെ കാരണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് നമ്മളൊക്കെ ഇങ്ങനെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ വായന നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികളെ അച്ഛനും അമ്മയും പഠിപ്പിക്കുക. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊടുത്ത്, നല്ല നല്ല കഥകളൊക്കെ വായിച്ചു കൊടുത്ത് അവരെ വായനാശീലത്തിലേക്ക് വളർത്തിയെടുക്കുക. ചെറുപ്പത്തിലേക്ക് കേട്ടു തുടങ്ങുമ്പോൾ തന്നെ പിന്നെ അവർക്ക് വലുതാവുമ്പോഴും അതിനൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും, കഥകളൊക്കെ കേൾക്കാനും വായിക്കാനൊക്കെ. സ്കൂളിലാണെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ ടീച്ചർമാർ കുട്ടികൾക്ക് എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കണം. അതും നല്ല കാര്യങ്ങളാണ്. ആദ്യം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നല്ലത് പഠിപ്പിക്കുക, പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ നല്ല പുസ്തകങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. പിന്നെ അവർ അതുമേ വായനാശീലം വളർത്തിയെടുത്തോളും, ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ. പിന്നെ ഈ വായനശാലകളിലൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ചേർത്ത് മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കുക. ഒഴിവ് സമയങ്ങളിലൊക്കെ വായനശാലകളിൽ പോയി പഠിപ്പിക്കാൻ, നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനൊക്കെ കുട്ടികളെ പ്രേരിപ്പിക്കുക. അതിനുവേണ്ടി വീട്ടിൽ അച്ഛനും അമ്മമാരും ശ്രമിക്കണം. എല്ലാവരും ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ബുദ്ധിക്കും വളർച്ചയ്ക്കും എല്ലാത്തിനും ഒരു വായന അത്യാവശ്യമാണ്. വായിക്കുക, എഴുതുക, അതൊക്കെ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ കുട്ടികളെ പോലെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കഥാപുസ്തകങ്ങളൊന്നും വായിക്കാൻ കിട്ടിയിരുന്നില്ല. അന്ന് വായനശാലകളില്ല. പിന്നെ അടുത്ത വളരെ ചുരുക്കം വീട്ടിൽ മാത്രമേ ബാലരമ്യ, പൂമ്പാറ്റയൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 കിലോമീറ്ററൊക്കെ നടന്നു പോയിട്ടാണ് അവിടെ നിന്നൊക്കെ പുസ്തകങ്ങൾ വായിക്കാറ്. വായിച്ച് 1-2 ദിവസം വീട്ടിൽ വെച്ച് വായിക്കും. അത് കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കും. ഇന്നത്തെ പോലെ കടകളിൽ പുസ്തകങ്ങളൊന്നുമില്ല. തൃശ്ശൂർ ടൗണിലേക്ക് പോകണം പുസ്തകങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് കഥകളൊക്കെ എഴുതുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. അത് കൂടുതലും അടിച്ചിട്ടുള്ളത് തൃശ്ശൂർ HNC ആണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ തന്നെ ഈ HNCയിലെ ഇത് കുറച്ച് ആത്മബന്ധമുണ്ട്. എന്നു വിചാരിച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗൈഡുകളൊക്കെ വാങ്ങി പഠിച്ചിരുന്നത് തൃശ്ശൂർ HNCയിലത്തെ ഗൈഡുകളാണ്. അച്ഛൻ ഗൈഡൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അച്ഛനോട് പ്രത്യേകം പറയും, എനിക്ക് HNCയിലത്തെ ഗൈഡ് മാത്രം മതി, വേറെ ഗൈഡുകളൊന്നും വാങ്ങണ്ടെന്ന് പറയും. അച്ഛൻ അത് മാത്രമേ എനിക്ക് വാങ്ങി കൊണ്ടുവരുള്ളൂ. അവിടുത്തെ ഗൈഡുകളൊക്കെ പഠിക്കാൻ നല്ല എളുപ്പമുള്ളതും നല്ല ഭംഗിയുള്ള പുസ്തകങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തൊട്ടേ എനിക്ക് HNCയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ വലുതായപ്പോഴും ഞാൻ എൻ്റെ കഥകളൊക്കെ അടിക്കാൻ കൊടുത്തത് HNCയിലാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. അവിടുത്തെ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള നല്ല പേപ്പറിലാണ് അവിടെ കഥകളൊക്കെ അടിക്കുക. പിന്നെ നല്ല ചിത്രങ്ങൾ എല്ലാം ഉണ്ടാവും. പിന്നെ അവിടെ അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഥകളിലോ ഒന്നും ഒരക്ഷരത്തേറ്റ് പോലും ഉണ്ടാവില്ല. ഞാൻ ഇതിനു മുമ്പ് പല പ്രസ്സുകളിലും എൻ്റെ കഥകളൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം തിരുത്തി കൊടുത്തിട്ടും ഒരു കഥയിൽ 10-20 തെറ്റുകൾ അക്ഷരത്തെറ്റോട് കൂടിയിട്ടാണ് എനിക്ക് മറ്റുള്ള പ്രസ്സിൽ നിന്നൊക്കെ ചിലപ്പോൾ അടിച്ച് കിട്ടാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ എവിടെയും കൊടുക്കാൻ വലിയ താല്പര്യമില്ല. HNC എല്ലാം പെർഫെക്റ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഉടമസ്ഥനുണ്ട്, വർഗീസ് സാർ എന്ന് പറയും. വർഗീസ് ചേട്ടനാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും നല്ല സൗമ്യമായിട്ട് പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ വയ്യാത്തവരൊക്കെ ഒരു പുസ്തകം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് പുസ്തകം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകൾ മുകളിലത്തെ നിലയിൽ പോയി നമുക്ക് എടുത്തു കൊണ്ടുവന്ന് തരും. അത്രയ്ക്കും നല്ല സ്വഭാവമുള്ളവരാണ് അവിടുത്തെ സ്റ്റാഫുകൾ. വർഗീസ് ചേട്ടനാണെങ്കിൽ പറയാൻ വേണ്ട. ആര് ചെന്നാലും നല്ല സൗമ്യതയിൽ മാത്രമേ എല്ലാവരോടും സംസാരിക്കുകയുള്ളൂ. പിന്നെ റോയൽറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മറന്നുപോയാലും എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ച് എനിക്ക് വർഗീസ് ചേട്ടൻ ചെക്ക് അയച്ച് തരാറുണ്ട്. അത്രയും നല്ല സ്വഭാവമാണ് അവിടെയുള്ള ഓരോരുത്തരുടെയും.
അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും എൻ്റെ പുസ്തകങ്ങളൊക്കെ കഥകളൊക്കെ എഴുതുന്നത് തൃശ്ശൂർ HNC-യിൽ തന്നെ അച്ചടിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ കൊടുക്കുകയുള്ളൂ, വേറെ എവിടെയും ഇനി കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ വായനാ ദിനത്തിൽ ഞാൻ പറഞ്ഞു തന്നത് കുട്ടികൾക്കൊക്കെ നല്ല പുസ്തകങ്ങൾ വായിക്കാനും എല്ലാത്തിനും വേണ്ടിയാണ് കേട്ടോ. ഇനി ഞാനൊരു കഥ പറഞ്ഞു തരാം. വായനാ ദിനത്തിനെ കുറിച്ചുള്ള കഥയാണ് കേട്ടോ. കഥയുടെ പേര് ബാലുവും അപ്പുവും. സ്കൂൾ വിട്ടു വന്ന് അപ്പു ബാഗ് നിലത്ത് വെച്ച് വീട്ടിലേക്ക് കയറാതെ ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടാണ് അമ്മ അവിടേക്ക് വന്നത്. അമ്മ അടുത്ത് ചെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാകെ സങ്കടത്തിലായിരുന്നു. അമ്മ ചോദിച്ചു, എന്തു പറ്റി അപ്പു? സ്കൂൾ വിട്ടു വന്നാൽ ഓടി അടുക്കളയിലേക്ക് വരാറുള്ളതാണല്ലോ, ടീച്ചർ വഴക്കു പറഞ്ഞോ? അത് കേട്ട് അപ്പു പറഞ്ഞു, അല്ലമ്മേ, 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയുടെ ഉദ്ഘാടനമുണ്ട്. ഞങ്ങളെ എല്ലാവരും ഓരോ കുട്ടികളും ഓരോ പുസ്തകങ്ങൾ വീതം നാളെ കൊണ്ടുവരണമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പുസ്തകം വാങ്ങി തരാൻ അച്ഛനില്ലല്ലോ. അമ്മയുടെ കയ്യിൽ കാശുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ നാളെ സ്കൂളിൽ പോകില്ലമ്മേ. അത് കേട്ട് അമ്മ പറഞ്ഞു, മോനെ, 2 ദിവസം കഴിഞ്ഞല്ലേ ഉദ്ഘാടനം. ഞാൻ അപ്പോഴേക്കും എന്തെങ്കിലും വഴി കണ്ടെത്താം. മോൻ സ്കൂളൊന്നും മുടങ്ങണ്ട, നാളെ സ്കൂളിൽ പോയിക്കോളൂ. ടീച്ചർ വഴക്കൊന്നും പറയില്ല. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തു. അപ്പു എഴുന്നേറ്റ് പഠിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ഗ്ലാസ് കാപ്പി അവന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അപ്പു, പുസ്തകങ്ങളെല്ലാം ബാഗിൽ എടുത്തു വെച്ച് പോയി കുളിക്ക്, നേരം കുറേയായി. അപ്പു അമ്മയുടെ നിർബന്ധത്തിനു വഴങ്ങി പോയി കുളിച്ചു. പിന്നെ കഞ്ഞി കുടിച്ചു. മനസ്സില്ലാ മനസ്സോടെയായിരുന്നു അവനതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ അവൻ്റെ ബാഗിൽ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചു. പിന്നെ പറഞ്ഞു, മോനെ, 9 മണിയായി, സ്കൂളിൽ പോകാൻ നോക്ക്. അത് കേട്ട് അപ്പു പറഞ്ഞു, ഇല്ലമ്മേ, ഞാനിന്ന് പോകുന്നില്ല. അപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരനായ ബാലു അച്ഛൻ്റെ സ്കൂട്ടറിൽ വന്ന് പഠിക്കൽ നിന്നത്. ബാലു വിളിച്ചു ചോദിച്ചു, അപ്പു, ഇന്ന് നീ വരുന്നില്ലേ? എത്ര നേരമായി ഞാനവിടെ നിന്നെ കാത്തു നിൽക്കുന്നു. ഞാനിന്ന് വരുന്നില്ല ബാലു, നീ പോയിക്കോ. അത് കേട്ട് വണ്ടിയിൽ നിന്നും അവൻ ഇറങ്ങി വന്നു. പിന്നെ അപ്പുവിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? വല്ല അസുഖവുമുണ്ടോ നിനക്ക്? ഒന്നും മിണ്ടാതെ തലകുരിച്ച് നിൽക്കുന്ന അപ്പുവിനെ നോക്കി അമ്മ പറഞ്ഞു, അസുഖമൊന്നുമില്ല മോനെ. അവന് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാൻ പുസ്തകമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞത്. അത് കേട്ട് ബാലു പറഞ്ഞു, ആര് പറഞ്ഞു നിനക്ക് പുസ്തകമില്ലെന്ന്? ബാലു അവൻ്റെ ബാഗ് തുറന്ന് 5 പുസ്തകങ്ങൾ അപ്പുവിന് കൊടുത്തു. ദാ ഇത് കണ്ടോ, ഈ പുസ്തകങ്ങൾ നിനക്ക് കൊടുക്കാനുള്ളതാ. ഇന്നലെ രാത്രി ഞാനും അച്ഛനും ടൗണിൽ പോയി വാങ്ങിയതാ. എനിക്കുമുണ്ട് 5 എണ്ണം. അത് കേട്ട് അപ്പുവിന് സന്തോഷമായി. അവൻ ബാലുവിനെ കെട്ടിപ്പിടിച്ചു. പുസ്തകങ്ങളുടെ ഭംഗി കണ്ട് ഒറ്റയിരിപ്പിൽ അവന് അത് മുഴുവൻ വായിച്ചു തീർക്കാനുള്ള കൊതി തോന്നി. അത്രയും ഭംഗിയായിരുന്നു പുസ്തകങ്ങൾ ബാഗിലെടുത്തു വെച്ച് അവർ സ്കൂളിലേക്ക് യാത്രയായി. സ്നേഹമുള്ള ഒരു കൂട്ടുകാരനെ മകന് കിട്ടിയതിൽ അമ്മയ്ക്ക് സന്തോഷമായി. അവർ കണ്ണു തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാനും കൂടിയാണ് ഇന്ന് വന്നതെന്ന് പറഞ്ഞല്ലോ. വായനാ ദിനത്തിനെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച വരാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.